വ്യക്തി പറയുന്നത് നമ്മൾ സത്യമാണെന്ന് മനസ്സിലാക്കും. അത് സത്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ശാസ്ത്രം ഇന്ന് ലോകത്തുണ്ട്. അപ്പം ഈ പരസ്യങ്ങൾ എന്നത് വളരെ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. പണ്ട് കാലത്ത് പരസ്യങ്ങളില്ല. പരസ്യങ്ങൾ ഒരു പറ്റിക്കലാണ്. തിരിഞ്ഞിട്ടില്ല. പരസ്യങ്ങൾ എന്നതൊരു പറ്റിക്കലാണ്. പരസ്യങ്ങൾ പറ്റിക്കലാണല്ലോ പരസ്യം. ഇപ്പം പണ്ട് കാലത്ത് നമുക്ക് ആവശ്യങ്ങളാണ്, ഇപ്പം നമുക്ക് ആവശ്യങ്ങളല്ല. ഇപ്പം ഒരു ഭാര്യയും ഭർത്താവും കൂടി കുറച്ച് പൈസ അവരെ കയ്യിലുണ്ടെന്ന് സങ്കല്പിക്കാം. ഏകദേശം ആളുകളൊക്കെ അങ്ങനെയാണല്ലോ. ഉണ്ടെങ്കിൽ അവർ സാധനം വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് സാധനം എന്ന് നീ ഒന്ന് എഴുതിക്കോന്ന് അയാൾ അവളോടും പറയില്ല. ഞാൻ പറഞ്ഞ ഞങ്ങളതൊന്ന് എഴുതി നമുക്ക് സാധനം വാങ്ങാമെന്ന് അവൾ അയാളോടും പറയില്ല, അയാൾ അവളോടും പറയില്ല. പുതിയ കാലം. അവർ മാർക്കറ്റിൽ പോവും, കാണുന്നൊക്കെ എടുക്കും. ഇതാണ് പുതിയ മാർക്കറ്റിംഗ് രീതി. ആണോ അല്ലേ? ആണോ അല്ലേ? ഇത് തെറ്റല്ലേ? ഇത് കുറ്റകരല്ലേ? അത് യാതൊരു വിലയും മനുഷ്യൻ പണത്തിന് കൽപ്പിക്കണില്ല. അത് മനുഷ്യൻ ആവശ്യങ്ങളല്ല ഉള്ളത്. ചില സാധനങ്ങൾ അവനും അവളും എടുത്ത് വീട്ടിലെത്തിയിട്ടാണ് മനസ്സിലാവുക ഇത് കഴിഞ്ഞ 2 മാസം മുമ്പ് ഇവിടെ കൊടുന്നിട്ടുള്ള ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ട്. അതിൻ്റെ കൗതുകം വീണ്ടും അത് വാങ്ങിപ്പിച്ചു. അതായത് ബുദ്ധി ഇല്ല, അത് നേരത്തെ വാങ്ങിയത് വീട്ടിൽ കിടക്കുന്നുണ്ട് എന്നത് അവനോട് പറയാൻ മറന്നു, അറിയില്ല. പിന്നെ സ്റ്റോർ റൂം തുറക്കുമ്പോഴാണ് ഈ സാധനം കാണുക. അപ്പം ഇനിയിപ്പോൾ വേണ്ടെന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ തൽക്കാലം എന്താ ഇപ്പം ചെയ്യുക? ഒരു സാധനത്തിനെ കാണുമ്പോൾ ആ സാധനത്തിന് ഓർഡർ കൊടുക്കും. ഇപ്പം വീട്ടിൽ സാധനം എത്തിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കൗതുകം. അത് സമാനമായൊരു സാധനം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ പുതിയൊരു കൗതുകം കണ്ടാൽ ഓർഡർ കൊടുക്കും. എന്താ ഇതിന് കാരണം? ഈ സാധനവുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ, ആ പരസ്യങ്ങൾ നമ്മളെ അത് വാങ്ങാൻ നിർബന്ധിക്കും. ഇത് പറ്റിക്കലാണോ അല്ലേ? ഇത് 100% പറ്റിക്കല്ലേ? ഇത് ചതിയല്ലേ? അതെ, അതെ.